ഇന്നലെ വൈകിട്ടുണ്ടായ വിമാനത്തിൻ്റെ ചെറിയ സാങ്കേതിക പ്രശ്നം, ചെറുതല്ല വലിയ സാങ്കേതിക പ്രശ്നത്തിൻ്റെ അതിനുള്ളിൽ ഉള്ളിലുണ്ടായിരുന്ന ആളാണ് അടൂർ പ്രകാശ് എം പി. എൻ്റെ കൂടി എം പിയാണ്. ആകെ ഒരു പേടിച്ച് പോയി അല്ലേ? ഞാൻ മാത്രമല്ല, ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ ആളുകളും പരിഭ്രാന്തിയിലായിരുന്നു. നിലവിളിച്ചു എന്ന് പറയുന്നില്ല, എങ്കിലും നിലവിളികളൊന്നും കേട്ടില്ല. എങ്കിലും എന്തായാലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് ഒരു യഥാർത്ഥത്തിൽ ഉണ്ടായ ചിത്രം. അത് ഏറ്റവും കൂടുതൽ പേടിയാവുന്നത് നമ്മൾ ലാൻഡ് ചെയ്യാൻ ചെന്നൈയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് വീണ്ടും പോകുന്നു. അത് ശരിക്കും ഒരു ജീവൻ കയ്യിൽ പിടിച്ചൊരു സമയമായിരുന്നു. തീർച്ചയായിട്ടും ആയിരുന്നു. കാര്യം 7:20 തിരുവനന്തപുരത്ത് നിന്നും പോരേണ്ട ഫ്ലൈറ്റാണ്. അത് 7:45 മാത്രമാണ് ഫ്ലൈറ്റ് ഉയർന്നത്. അതിനുശേഷം ഒരു മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷമാണ് പൈലറ്റ് ഒരു അനൗൺസ്മെൻറ്റ് വന്നു. ഇത് റഡാർ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തകരാറുകളുണ്ട്, അത് കാരണം ചെന്നൈയിൽ ഇത് ഫ്ലൈറ്റ് ഇറക്കേണ്ടി വരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. ആ അനൗൺസ്മെൻറ്റ് വന്ന് ഞങ്ങളത് കാത്തിരിക്കുകയാണ്. ഇപ്പോഴിറങ്ങും എന്ന് കാത്തിരിക്കുന്ന അവസരത്തിൽ ഏതാണ്ട് ഒരു 10-10:30 മണിയോളം ആയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് 2 മണിക്കൂറോളം മുകളിൽ കിടന്ന് കറങ്ങി. അത് ഈ ഫ്യൂവൽ കത്തിച്ച് കളയുന്നതിന് വേണ്ടി ചെയ്ത പൈലറ്റ് കാണിച്ച ഒരു നടപടിയാണ്. അത് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിനുശേഷം ചെന്നൈയിൽ ഇറങ്ങാൻ വേണ്ടി തയ്യാറായി താഴോട്ട് ഏതാണ്ട് എത്തുന്നു എന്ന് വെച്ചാൽ റൺവേയിലെത്തും എന്ന ഒരു ഉറപ്പ് വരുന്ന സമയത്താണ് പെട്ടെന്ന് വീണ്ടും ഈ ഫ്ലൈറ്റ് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത അനൗൺസ്മെൻറ്റ് പൈലറ്റിന് വന്നു, അത് റൺവേ ക്ലിയർ അല്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഒന്നുകൂടി പോകുന്നു എന്ന് പറഞ്ഞ് ഏതാണ്ട് അരമണിക്കൂർ വീണ്ടും ഉയർത്തി കറങ്ങുകയുണ്ടായി. പിന്നീട് എന്തായാലും മഹാഭാഗ്യത്തിന് ചെന്നൈയിൽ ഇറക്കി. അത് തീർച്ചയായിട്ടും ഭയപ്പെടുമല്ലോ. ജീവന് ഭയമുള്ള എല്ലാവർക്കും ഭയപ്പാടുണ്ടാകും. പൊങ്ങുന്ന അവസരത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ജെർക്കിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല. എങ്കിലും എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് അതിൻ്റെ സാങ്കേതികത്വം പറയാൻ വിദഗ്ധനല്ല എന്നുള്ളത് കൊണ്ട് അന്വേഷണം വേണം. ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. തീർച്ചയായിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. മറ്റൊരാൾക്ക് ഇതുപോലെ അപകടം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല, ആ ഫ്ലൈറ്റിൽ വന്ന എത്രയോ 100 കണക്കിന് ആളുകളാണ് അതിലുണ്ടായിരുന്നത്. ആർക്കും തന്നെ ഒരു അപകടം ഉണ്ടാകാതെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്തായാലും മഹാഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഈ എം പിയോട് സംസാരിക്കുമ്പോൾ എം പി നേരത്തെ നമ്മളോട് സ്വകാര്യമായിട്ട് പറഞ്ഞത് ഇത് രണ്ടാമത്തെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ അനുഭവമാണ് അല്ലേ? രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ അനുഭവം. ഞാൻ MLA ആയതിനു ശേഷം കോന്നിയിൽ MLA ആയ സമയത്ത് ഒരു മരണം അറിഞ്ഞുകൊണ്ട്, അന്ന് നിയമസഭ നടക്കുന്ന സമയം, മരണം അറിഞ്ഞുകൊണ്ട് ഞാനന്ന് വൈകിട്ട് നിയമസഭയിൽ നിന്നും പോയി. വൈകിട്ട് ആ സമയത്ത് ഞാൻ അങ്ങനെ പോകാറുണ്ട്. വൈകിട്ട് തന്നെ ആ വീട്ടിൽ പോകാൻ വേണ്ടി പോയി. ഏതാണ്ട് അപ്പം സന്ധ്യ കഴിഞ്ഞു, ഏതാണ്ട് ഒരു 7-8 മണിയോളം ഉദ്ദേശം ആയിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രവർത്തകർ പല ആളുകളും കൂടെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ കയറി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു തേങ്ങ തലയിൽ വീഴുക. ആ തേങ്ങ തലയിൽ വീഴുന്നു എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയില്ല. ഞാൻ നേരെ താഴോട്ട് അങ്ങ് പോയി. പെട്ടെന്ന് ഒരു നിമിഷം എൻ്റെ ബോധം പോയി. അപ്പോൾ ഒരു നിമിഷം അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കൂടെ ഉള്ളവർ എന്നെ പിടിച്ച് പൊക്കി കഴിയുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയില്ല. ആരും തലയ്ക്ക് അടിച്ചതാണോ എന്ന ഒരു സംശയം തോന്നി. അപ്പോൾ കൂടെ ഉള്ളവർ തന്നെ പറഞ്ഞു, ഇത് തേങ്ങ പിഴിഞ്ഞു വീണതാണ്, തേങ്ങ അപ്പുറത്ത് കിടക്കുന്നു. തലയിൽ വന്ന് വീണിട്ട് ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ എണീറ്റോ? അല്ല, അപ്പം തന്നെ എഴുന്നേറ്റോ എന്ന് ചോദിച്ചാൽ ഉടനെ എഴുന്നേറ്റില്ല. അല്പസമയം അവിടെ ഇരുന്നതിന് ശേഷം ആളുകൾ കൂടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ എന്നെ പിടിച്ചു പൊക്കി. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് ഒരു തേങ്ങ വീണ് വേറൊരു ഭാഗത്താണെങ്കിൽ അല്ലല്ല, അതേ ഭാഗത്ത് തന്നെയാണ് വീണത്. ഈ നിങ്ങൾ പറയുന്ന അതേ ഭാഗത്ത് തന്നെ, മർമ്മത്തിൽ തന്നെ വീണു. പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എന്തോ ഭാഗ്യമാണ്
എന്നവർ പറഞ്ഞു. ഏതാണ്ട് ഒരു 1-2 ഇഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് 98-ലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 97 വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞാൻ പിന്നെ കോന്നിയുടെ ഒരു ഭാഗമാണ് കൊക്കാത്തോടെന്ന് പറയുന്നത്. ആ കൊക്കാത്തോട് പ്രദേശത്ത് പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ മഴയുണ്ട്, വലിയ മഴയല്ല, മഴയുണ്ടെങ്കിലും വള്ളത്തേൽ കയറി ഞങ്ങൾ അക്കരെ പോയി മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഭയങ്കരമായ മഴ പെയ്യുന്നു. അപ്പോൾ ഈ മഴയുടെ തീവ്രതയെക്കുറിച്ച് മീറ്റിങ്ങിൽ നടന്ന സ്ഥലത്ത് അകത്ത് ഒരു സ്കൂളിലായിരുന്നു പിന്നെ മീറ്റിംഗ് നടന്നത്. അകത്ത് ഇരുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ തീവ്രതയെക്കുറിച്ച് അറിഞ്ഞില്ല. പക്ഷേ പാർട്ടിയുടെ പ്രവർത്തകർ അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് പോകണ്ട, ഇന്ന് ഇവിടെ കഴിയാം എന്ന് അവരെന്നോട് അഡ്വൈസ് ചെയ്തു. പക്ഷേ അന്നത്തെ എൻ്റെ പ്രായത്തിൻ്റെ ചോരത്തിളപ്പും എല്ലാം കൂടെ, പക്ഷെ ഞാൻ അതിന് തയ്യാറെടുപ്പോടുകൂടി അല്ലല്ലോ പോയത്. ഞാൻ പറഞ്ഞു ഞാനങ്ങ് പോകാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടി എന്നെ യാത്ര അയക്കാൻ വേണ്ടി വന്നു. എന്നെ എല്ലാവരും കൂടി വന്നു. അവിടെയുള്ള മുസ്ലിം ദേവാലയത്തിലെ മൗലവി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അദ്ദേഹം എന്നെ വന്ന് യാത്ര അയക്കാൻ വേണ്ടി വന്നു. പക്ഷേ വരുന്ന വഴിയിൽ കൂടി വരാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവിടെയും വെള്ളം പൊങ്ങി കിടക്കുകയാണ്. അതിൽ കൂടെ വരാൻ പറ്റില്ല, ജീപ്പിലാണ് വരുന്നത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു നമുക്ക് ഈ കാട്ടിൽ കൂടി കയറാമെന്ന് പറഞ്ഞ് ഏതാണ്ട് 1-1.5 കിലോമീറ്ററോളം കാട്ടിൽ കൂടി യാത്ര ചെയ്തു. അപ്പോൾ ആ കാട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള തൊഴിലാളികൾ, കക്ഷിഭേദമന്യേ എല്ലാ തൊഴിലാളികളും, അവർ പിന്നെ ഈ മരം ഒഴുകി പോകാതിരിക്കാൻ, ഫോറസ്റ്റ് അവിടെ വെച്ചിരിക്കുന്ന മരം ഒഴുകി പോകാതിരിക്കാൻ കെട്ടിയിടുന്നതിന് വേണ്ടി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് അവരും എൻ്റെ കൂടെ കൂടി. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേര് ഇസ്മയിൽ എന്നാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് പോകുന്ന സമയത്ത് പോയി കാണും. ഏതാണ്ട് ചില വള്ളം കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് പലയിടത്തും എൻ്റെ തലയ്ക്ക് മുകളിൽ വെള്ളമാണ്. ഞാൻ താഴോട്ട് പോകും. അപ്പോൾ താഴോട്ട് പോകുന്ന ഈ ഇസ്മയിൽ സാർ എന്നെ കൈകൊണ്ട് പിടിച്ചൊന്ന് പൊക്കും. എന്ന് വെച്ചാൽ ഇത് വെള്ളം കൂടുതൽ കുടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കൊണ്ടുവന്ന് എന്തായാലും വള്ളത്തേൽ കയറി. മറ്റുള്ള ആളുകളും ഞാൻ ഇക്കരെ പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് വള്ളത്തിൽ കയറാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയും കയറ്റി. ഞാൻ പറഞ്ഞു അവരോട് കയറട്ടെ എന്ന് പറഞ്ഞു. അവരെയും കൂടെ കയറ്റി. വള്ളം എടുത്തു കഴിഞ്ഞപ്പോൾ വള്ളം നിയന്ത്രണം വിട്ട് പോയി. ആ നിയന്ത്രണം വിട്ടുപോയി എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ആ വള്ളക്കാരനെ തുഴയുന്ന ആളിനെ ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ അത്രയ്ക്ക് ഒഴുക്കുക, അത് ഭയങ്കരമായ മഴ വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒഴുക്കിൽ പെട്ടുപോയി. എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല. അപ്പോൾ ഒഴുക്കിൽപ്പെട്ടു പോയി അവസാനം വള്ളം യഥാർത്ഥത്തിൽ പോകേണ്ട സ്ഥലത്ത് എത്തിച്ചേരാതെ ഒരു കൈതക്കാട്, ഒരു കാട്ടിൽ കയറി, ഇഞ്ചക്കാട്ടിൽ കയറി അദ്ദേഹം പിടിച്ചു. ഇഞ്ചക്കാട്ടിൽ പിടിച്ച് ആ പാവത്തിൻ്റെ കൈയെല്ലാം കീറി. എങ്കിലും അദ്ദേഹം ധൈര്യം സമാഹരിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന് എങ്ങനെയോ അക്കരെ കൊണ്ടുവന്ന് എത്തിച്ചു. സത്യത്തിന് അതും ജീവിതത്തിലുള്ള ഒരു രണ്ടാമത്തെ അനുഭവമാണ്. ഇത് മൂന്നാമത്തെ അനുഭവമാണ്. ശരിക്കും ഏതായാലും ജീവൻ രക്ഷപ്പെട്ടു. ഇതിൽ അന്വേഷണം വേണമെന്ന് പറയുന്നു. നമ്മളെ MP യെ തിരിച്ചു കിട്ടിയതിൽ നമുക്കും സന്തോഷം.